ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചക്കപ്പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചക്കപ്പായസം വളരെ സ്വാദിഷ്ടമാണ്. അതിനായി ഞാനിവിടെ കുറച്ച് വരിക്കച്ചക്ക ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനായി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വരട്ടിയെടുക്കണം. ഞാനിവിടെ ട്രിവാൻഡ്രത്താണുള്ളത്. ട്രിവാൻഡ്രത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ് ഈ സമയത്ത്. രാവിലെ 7 മുതൽ 11 മണി വരെയാണ് കടകൾ തുറക്കുന്നത്. കടകൾ തുറന്നാലും അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും തന്നെ കിട്ടാനില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുന്നു. നമുക്കിവിടെ ഈ ചക്ക നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ചക്ക നല്ലതുപോലെ ഞാൻ വരട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 400 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ് ഞാനിത്. ഒരല്പം വെള്ളം വെച്ച് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ച് അതൊന്ന് അരിച്ചെടുക്കണം. ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയും അരിച്ച് മാത്രമേ എടുക്കാവൂ. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇതൊന്ന് നല്ലതുപോലെ തിളയ്ക്കട്ടെ. ചക്ക ശർക്കരയിൽ കിടന്നൊന്ന് തിളയ്ക്കട്ടെ. ഇവിടെ ശർക്കര തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു പകുതി തേങ്ങയുടെ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തേങ്ങ തിരികിയ ശേഷം അത് മിക്സിയിലിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഞാനൊന്ന് അടിച്ചെടുത്തു. എന്നിട്ട് അതിനെ പിഴിഞ്ഞ് അരിച്ചെടുത്താണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മിക്സിയിൽ അടിക്കുമ്പോൾ നല്ലതുപോലെ പാല് കിട്ടും. ഇതൊന്ന് നല്ലതുപോലെ തിളയ്ക്കട്ടെ. പായസം നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. പായസത്തിന് അല്പം കൊഴുപ്പ് കിട്ടാനായി ഒരു 2 ടേബിൾ സ്പൂൺ അരിമാവ് ഞാൻ അല്പം തേങ്ങാപ്പാലിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പായസത്തിൻ്റെ തിക്നെസ്സിന് വേണ്ടി അരിമാവ് ഒഴിക്കുമ്പോൾ അല്പം അതൊന്ന് കുറുകി വരും. ഇതൊന്ന് നല്ലതുപോലെ തിളയ്ക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ തിളയ്ക്കട്ടെ. ഇളക്കി കൊടുക്കണം. ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് അടിക്ക് പിടിക്കും. അതുകൊണ്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇവിടെ എല്ലാം തിളച്ച് പായസം റെഡി ആയിട്ടുണ്ട്. പായസത്തിന് ആവശ്യത്തിന് തിക്നെസ് ഉണ്ട്. ചക്കപ്പായസം വളരെ സ്വാദിഷ്ടമാണ്. ഞാനിവിടെ രുചി നോക്കി. വളരെ സ്വാദിഷ്ടമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കിസ്മിസ് വറുത്ത് ചേർക്കാം. അതിനായി ഞാനൊരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നട്ട്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ നട്ട്സ് മൂപ്പിക്കുന്നത് നിങ്ങൾക്ക് ചക്ക വരട്ടുന്നതിന് മുമ്പ് നെയ്യ് ഒഴിക്കുന്ന സമയത്ത് ഇത് മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. പായസം ഉണ്ടാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇത് അവസാനമാണിത് മൂപ്പിച്ചെടുക്കുന്നത്. നട്ട്സ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് റൈസിൻ ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇവിടെ ഇതാ പായസം റെഡി ആയിട്ടുണ്ട്. അടിപൊളി പായസമാണ് ചക്കപ്പായസം. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്